സമരത്തിൽ പരസ്യമായി രംഗത്ത് വരേണ്ടതില്ല എന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രമായിരുന്നു. കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ മുന്നിൽ വന്നിരുന്നുവെങ്കിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് BJP പ്രചാരണം നടത്തിയേനെയെന്ന് KC വേണുഗോപാൽ. എന്നാൽ ജനകീയ പ്രക്ഷോഭത്തെ അധികാരത്തിനെതിരായ ഏകോപിത രാഷ്ട്രീയ സമ്മർദ്ദമാക്കി മാറ്റുന്നതിൽ പ്രതിപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സ്വീകരിച്ച നിലപാടുകൾ നിർണായകമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ മിന്നൽ സമരമാണ് ഇതിൽ ആദ്യത്തേത്. എന്നാൽ സമര വിജയത്തിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് വേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ തുറന്നു പറയുകയാണ്. വിദ്യാർത്ഥികൾക്ക് പിന്നിൽ എല്ലാ പിന്തുണയും കോൺഗ്രസ് നൽകിയിരുന്നു. നിയമസഹായം ഉൾപ്പെടെ കോൺഗ്രസ് വിദ്യാർത്ഥികൾക്ക് നൽകി. കോൺഗ്രസ് പിന്തുണയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിയാമെന്നും CJP മുന്നേറ്റത്തിൽ ആശങ്കയില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. സർക്കാരിനെതിരായ എല്ലാ പ്രതിപക്ഷ മുന്നേറ്റങ്ങളെയും കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടാവണം. സോനം വാങ്ചുക്കിനെ പോലെ ആകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ബില്ലിനുള്ള പിന്തുണയിൽ തീരുമാനം തിങ്കളാഴ്ചത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലെടുക്കും. കണ്ണിൽ പൊടിയിടൽ അംഗീകരിക്കില്ലെന്നും KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ സമരം തുടങ്ങിയപ്പോൾ 20 മിനിറ്റിനകമാണ് സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചർച്ചയ്ക്കെത്തിയത്. ആഭ്യന്തരമന്ത്രിയുടെ വസതിക്ക് മുന്നിലൂടെയുള്ള ഇന്ത്യ സഖ്യ നേതാക്കളുടെ യാത്ര കഴിഞ്ഞ് ഉടൻ അർദ്ധരാത്രി പ്രധാനമന്ത്രി മോദി നീറ്റിൽ പുതിയ നിയമപ്രഖ്യാപനവുമായി വീഡിയോ സന്ദേശം നൽകി. പിറ്റേന്ന് പ്രതിപക്ഷ ബഹളം പാർലമെന്റിൽ അരങ്ങേറുമ്പോൾ മന്ത്രിമാരായ ജിതേന്ദ്ര സിംഗും JP നദ്ദയും വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്കെത്തി. മോദി കാലഘട്ടത്തിൽ ജനകീയ പ്രതിഷേധം രാഷ്ട്രീയ ശക്തിയായി മാറുമ്പോൾ മാത്രമാണ് അധികാരം പ്രതിരോധത്തിലാക്കുന്നത്. കർഷക സമരത്തിലും കായിക താരങ്ങളുടെ സമരത്തിലും ഇത് കാണാം. CJP വിദ്യാർത്ഥികളുടെ രോക്ഷത്തെ രാഹുലും കോൺഗ്രസും പ്രതിപക്ഷവും സംഘടിത പ്രക്ഷോഭമാക്കി. സോനം വാങ്ചുക്കിന്റെ നിരാഹാരം അതിന് ധാർമ്മികവും നൈതികവുമായ പിന്തുണ നൽകി. സമരത്തിന്റെ ഉടമസ്ഥാവകാശം വിദ്യാർത്ഥികൾക്കു തന്നെ വിട്ടുകൊടുത്ത് അതിന്റെ രാഷ്ട്രീയ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തന്ത്രമാണ് രാഹുലും കോൺഗ്രസും പിന്നീട് ഇന്ത്യ സഖ്യവും കൈക്കൊണ്ടത്. ജന്തർ മന്ദറിൽ CJP സമരം നടത്തിയപ്പോൾ കോൺഗ്രസ് രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും വിദ്യാർത്ഥികളുടെ ആരവം സംഘടിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ സഖ്യകക്ഷികൾ CJPക്ക് പിന്തുണയുമായി ജന്തർ മന്ദറിൽ തുടർച്ചയായി എത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനെത്തിയത് SP-യും NCP-യും മാത്രമാണ്. രാഹുൽ ഇതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യുമെന്ന് കണ്ടതോടെയാണ് മറ്റു കക്ഷികളും ഇന്ത്യ സഖ്യം ഒന്നിച്ച് പ്രതിഷേധിക്കണമെന്ന നിലപാടിലെത്തിയത്. ശനിയാഴ്ച രാവിലെ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കൊപ്പം മാധ്യമങ്ങളെ കണ്ട രാഹുൽ രാജിയില്ലാതെ മറ്റൊരു പരിഹാരവും അംഗീകരിക്കാനാവില്ലെന്ന് തീർത്തും വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ തുടർ നീക്കങ്ങളെ ഇത് സ്വാധീനിച്ചതായാണ് സൂചന. നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭൂതകാലമാണെന്നും ഭൂതകാലത്തിന് ഭാവിയോട് ഒരിക്കലും പോരാടാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് മുൻപായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ഇത് വിദ്യാർത്ഥികളുടെ വിജയമാണെന്നും ഭൂതകാലവും ഭാവി കാലവും തമ്മിലുള്ള പോരാട്ടമാണിതെന്നും മന്ത്രിയുടെ രാജിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ പെല്ലറ്റ് അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചതിന് ഉത്തരവാദി ആഭ്യന്തരമന്ത്രി അമിത്ഷായാണെന്നും ആരോപിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ RSS പിടിച്ചെടുക്കുകയാണെന്നും വർഷങ്ങളായുള്ള ഇടപെടലിലൂടെ അത് പൊള്ളയായി പോയെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു. അമിത്ഷായുടെ വിദ്യാഭ്യാസ നയ സംവിധാനം നശിപ്പിച്ചതിന്റെയും കാര്യക്ഷമമില്ലായ്മയുടെയും പ്രതീകമാണ് ധർമ്മേന്ദ്ര പ്രധാൻ. RSS രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം പിടിച്ചെടുക്കുന്നതാണ് ഗുരുതര പ്രശ്നം. മോദിയുടെ അത്ര തന്നെ തെറ്റ് RSSന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ബുദ്ധി RSSന്റേതാണ്. വിദ്യാർത്ഥികളെ ആക്രമിച്ചവരെയും അത് നടപ്പിലാക്കിയവരെയും കാരണക്കാരാക്കിയതിൽ ശിക്ഷിക്കണം. സൂത്രധാരൻ മോദി മാപ്പ് പറയണമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.